DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 4 ചൊവ്വ. ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്നും പരക്കെ അതിശക്തമായ മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ്. 12 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. ഈ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. 2 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തീവ്ര മഴയാണ്. ഈ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. പവന് 160 രൂപയാണ് ഇന്ന് കുറഞ്ഞത്. 1,05,600 രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില. ഗ്രാമിന് ആനുപാതികമായി 20 രൂപയാണ് കുറഞ്ഞത്. 13,200 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിൻ്റെ ഇന്നത്തെ വില. ഇന്നലെ സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടായിരുന്നില്ല. അടുത്ത അറിയിപ്പ്, ആധാർ കാർഡുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ സൗജന്യമായി പൂർത്തിയാക്കാൻ ലഭിച്ചിരിക്കുന്ന അവസാന തീയതി അടുത്തു വരികയാണ്. ആധാർ ആപ്പിലൂടെ ജനങ്ങൾക്ക് ഇമെയിൽ ID സൗജന്യമായി ചേർക്കാനും അപ്ഡേറ്റ് ചെയ്യാനുമുള്ള അവസാന തീയതി ഡിസംബർ 31 വരെയാണെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ആധാറിൽ സജീവമായ മൊബൈൽ നമ്പർ ചേർത്തിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ സൗജന്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കുക. ആധാറുമായി ഇമെയിൽ ID ബന്ധിപ്പിക്കുന്നത് വഴി ആധാർ ഒതന്റിക്കേഷൻ നടക്കുന്ന ഓരോ തവണയും ഉപഭോക്താവിന് ഇമെയിൽ വഴി അറിയിപ്പ് ലഭിക്കുകയും വിവരങ്ങൾ എവിടെ എപ്പോൾ ഉപയോഗിക്കപ്പെടുന്നുവെന്ന് വ്യക്തമായി അറിയാൻ സാധിക്കുകയും ചെയ്യും. അടുത്ത അറിയിപ്പ്, ഇന്ത്യൻ, HP, ഭാരത് ഗ്യാസ് തുടങ്ങിയ എല്ലാ കമ്പനികളുടെയും ഗാർഹിക LPG ഉപഭോക്താക്കൾ ഓഗസ്റ്റ് 15-നകം നിർബന്ധമായും EKYC പൂർത്തിയാക്കണമെന്നും അല്ലാത്തപക്ഷം ഓഗസ്റ്റ് 16 മുതൽ ഗ്യാസ് സിലിണ്ടർ വിതരണം തടസ്സപ്പെടുമെന്നും അറിയിപ്പെത്തുകയാണ്. സബ്സിഡി ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നതിനും ഗ്യാസ് വിതരണം സുതാര്യമാക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന ഈ നടപടി കമ്പനികളുടെ ഔദ്യോഗിക മൊബൈൽ ആപ്പുകൾ വഴിയോ ആധാർ ഫേസ് RD ആപ്പ് ഉപയോഗിച്ചോ ഗ്യാസ് ഏജൻസിയിൽ നേരിട്ടെത്തിയോ അല്ലെങ്കിൽ വീടുകളിൽ സിലിണ്ടർ എത്തിക്കുന്ന ഡെലിവറി ജീവനക്കാരുടെ കൈവശമുള്ള ബയോമെട്രിക് മെഷീൻ വഴിയോ പൂർത്തിയാക്കാവുന്നതാണ്. കൂടാതെ നിലവിലെ കണക്ഷൻ ഉടമ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുടുംബത്തിലെ അർഹനായ മറ്റൊരാളുടെ പേരിലേക്ക് ഉടമസ്ഥാവകാശം മാറ്റിയ ശേഷമേ EKYC പൂർത്തിയാക്കാൻ സാധിക്കൂ. നിലവിൽ ഓഗസ്റ്റ് 15 വരെയാണ് ഇത്തരത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനുള്ള സമയം. മസ്റ്ററിംഗ് ചെയ്യാത്തവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ തുക 2,000 രൂപയിൽ നിന്ന് 3,000 രൂപയിലേക്ക് ഉയർത്തുമെന്ന വാഗ്ദാനം നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സർക്കാരിൻ്റെ പരിഗണനയിലാണ്. പെൻഷൻ അടിസ്ഥാന തുകയിൽ 1,000 രൂപയുടെ വർധനവാണ് വരാനിരിക്കുന്നത്. ഈ ഓണക്കാലത്ത് പെൻഷൻ തുക 3,000 രൂപയായി വർദ്ധിക്കില്ലെങ്കിലും മുൻകാലങ്ങളിലേതുപോലെ 1 മാസത്തെ പെൻഷൻ മുൻകൂറായി നൽകാനുള്ള സാധ്യതയുണ്ട്. പെൻഷൻ വർധനവ് 1 വർഷത്തിനുള്ളിൽ പൂർണ്ണമായും നടപ്പിലാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം സംസ്ഥാനത്തെ ബയോമെട്രിക് മസ്റ്ററിംഗ് നടന്നു വരികയാണ്. പെൻഷൻ ഗുണഭോക്താക്കൾ സെപ്റ്റംബർ 30-നകം ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.